ജീവാംശം ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലവ്ലി, സെൻറ് തോമസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജനാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഡയബറ്റിക് ഫുഡ് അൾസറാണ്. ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിയുള്ള എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും ഈ ഒരു ഫുഡ് അൾസറായിട്ടാണ് നമ്മളുടെ അടുത്ത് കാണാനായിട്ട് വരുന്നത്. ഈ വിഷയം എടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ OP-യിൽ വരുന്ന ഒരു 10 ഡയബറ്റിക് പേഷ്യൻസ് വന്നാൽ അതിലൊരു മിനിമം ഒരു 2 പേർക്ക് ഈ ഒരു ഡയബറ്റിക് ഫുഡ് അൾസർ ഉള്ളവരായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഡയബറ്റിസ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡയബറ്റിക് അൾസർ വരുന്നത് എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കാലിലെ ഞരമ്പുകളിൽ ഡാമേജ് ഉണ്ടാവുകയും എന്തെങ്കിലും മുറിവുണ്ടാവുകയോ സെൻസേഷൻസ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചെറിയ മുറിവുകൾ ഉണ്ടായാൽ വേദന അറിയുന്നില്ല, അവിടെ മുറിവുണ്ടായതായിട്ട് പേഷ്യൻറ്റിന് അറിവുണ്ടാകുന്നില്ല. അപ്പം അങ്ങനത്തെ കണ്ടീഷന് പറയുന്നതാണ് പെരിഫറൽ ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്ന രോഗികൾക്ക് കാലിൽ ചെരുപ്പിട്ടാൽ അവർ ചെരുപ്പ് ഊരി പോകുന്നത് അറിയുന്നില്ല, കാലിൽ നമുക്ക് സോക്സ് ഇട്ടതുപോലെ ഒരു മരവിപ്പ്, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രക്തഓട്ടത്തിനുള്ള ബ്ലോക്കുകളും ഇങ്ങനത്തെ രോഗികളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ ഡയബറ്റിക് ഫുഡ് അൾസറിൻ്റെ മൂല്യ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയതായിട്ടൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് അവർക്ക് മുറിവുള്ളതായിട്ട് അറിയാതിരിക്കുകയും അതിൽ പിന്നീട് ഷുഗർ കൺട്രോൾ ആകാത്തത് കൊണ്ടുള്ള ഇൻഫെക്ഷൻ വരികയും ആ ഇൻഫെക്ഷൻ്റെ തീവ്രത കൂടി വന്നിട്ട് അത് അവസാനം കാല് മുറിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ലപോലെ ഷുഗർ കൺട്രോൾ ചെയ്ത് വയ്ക്കുക. കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗറും ആഹാരം കഴിച്ചിട്ടുള്ള ഷുഗർ നോക്കുക. 3 മാസത്തെ കൺട്രോൾ ടെസ്റ്റായ HbA1c ടെസ്റ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ഡോക്ടറെ കണ്ടിട്ട് കൺട്രോൾ അല്ല, അതായത് ഷുഗർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക. രക്തഓട്ടത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രക്തഓട്ടം ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. കാലിൻ്റെ ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറയും. അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു പരിധിവരെ മരുന്നുകൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല, കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നീട് ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്മോക്കിംഗ് നിർത്തുക. സ്മോക്കിംഗ് ഉള്ളവരാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക. എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ എക്സസൈസിലോട്ട് നമ്മൾ അവരെ നീട്ടിവിടുക. ഇതൊക്കെയാണ് നമുക്ക് ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, പിന്നെ കാലിലെ രക്തഓട്ടത്തിൻ്റെ ബ്ലോക്കുകൾ. കംപ്ലീറ്റ് ബ്ലോക്ക് വരണമെന്നില്ല, ചെറുതായിട്ട് രക്തഓട്ടത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ തന്നെ ഈ മുറിവുകൾ ഉണങ്ങാനായിട്ട് താമസിക്കും. പിന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിസ്, പിന്നെ പ്രഷർ, അതായത് എവിടെങ്കിലും ചിലപ്പോൾ ചില മുറിവുകൾ കാലിൽ വരുമ്പോൾ അവർ മറ്റേ ആ സൈഡ് ഒതുക്കി വെച്ചുകൊണ്ട് കാല് ചരിച്ചു വെച്ച് നടക്കും. കുറേ കഴിയുമ്പോൾ ആ സൈഡിൽ പ്രഷർ കൂടിയിട്ട് അവിടെ ഉള്ള സ്കിന്നിൽ ചെറുതായിട്ടുള്ള അൾസറുകൾ വന്ന് പിന്നെ അത് വലുതാവുക, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അതാണ് പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ചെരുപ്പ്, ഡയബറ്റിക് രോഗികളുടെ ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ എടുക്കുന്ന ചെരുപ്പ് 1 ഇഞ്ച് വലിയ ചെരുപ്പ് വേണം എടുക്കാൻ. ടൈറ്റായിട്ടുള്ള ചെരുപ്പുകൾ ഇടരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ സെൻസേഷൻസ് ഇല്ലാത്തത് കൊണ്ട് ടൈറ്റായിട്ടുള്ള ചെരുപ്പിൽ നിന്ന് അതിൽ ഒരഞ്ഞ് ചെറിയൊരു മുറിവുകൾ വന്നാൽ പോലും രോഗി അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഷൂസ് ഇട്ടുകൊണ്ടാണ് സാധാരണ ഉള്ള ഡയബറ്റിക് പേഷ്യൻസ് സോക്സും ഷൂസും ഇടാറുണ്ട്. പക്ഷെ ആ ഷൂവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷൂ ആയിരിക്കണം. സോക്സ് ഇടുമ്പോൾ ആ സോക്സിൻ്റെ ഇടയിൽ ഫോറിൻ ബോഡീസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഷൂ ഇടുന്നതിന് മുമ്പ് ഷൂസിൻ്റെ അകം നല്ലപോലെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് ഇൻഫെക്ഷൻസ്. അപ്പം ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുക. ഇൻഫെക്ഷന് വേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറെ കണ്ടിട്ട് മരുന്നുകൾ കഴിക്കുക. പിന്നെ ഒരിക്കലും തനിയെ ചികിത്സിക്കാൻ പോകരുത്. മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴായാലും ഒരു സർജനെ കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഇതിൻ്റെ തന്നെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പോഡിയാട്രിക് സർജറി എന്ന് പറയും. അതായത് കാലുകളുടെ മാത്രം
അൾസേഴ്സും അതിൻ്റെ കാര്യങ്ങളും നോക്കുന്ന ഡോക്ടേഴ്സ്. അവർ തന്നെ വേണമെന്നില്ല, പോഡിയാട്രിക് സർജൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ജനറൽ സർജനെ കണ്ടാലും മതിയാവും. പിന്നെ അതുപോലെ തന്നെ കാലിൻ്റെ കെയർ വളരെ നമ്മൾ പൊതുവെ രോഗിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ മുഖം എങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുന്നോ അതുപോലെയാണ് നിങ്ങളുടെ കാലുകളും കൈകളും സൂക്ഷിക്കേണ്ടത്. നമ്മൾ നഖം സിമ്പിളായിട്ടുള്ള ഒരു നഖം വെട്ടുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന കാര്യമാണ്. അപ്പം നഖം വെട്ടുമ്പോൾ വളരെ കൃത്യതയോടുകൂടി, കാര്യം മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിന് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കാഴ്ചയ്ക്ക് കുറച്ച് മങ്ങലുണ്ടാവും. അപ്പോൾ ഈ കാലിലെ നഖം വെട്ടുമ്പോൾ സൈഡിലൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ മതി, അത് അവർ അറിയുന്നില്ല. മറ്റേ ന്യൂറോപ്പതി ഉള്ളത് കൊണ്ട് വേദന അറിയുന്നില്ല, ഇൻഫെക്ഷൻ വന്നത് അറിയുന്നില്ല. അവസാനം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എത്തിച്ചേരാറുണ്ട്. പിന്നെ ഈ ഡയബറ്റിക് ഫുഡ് അൾസർ തുടക്കത്തിലൊരു ചെറിയ ഉരസൽ മാത്രമായിരിക്കും. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഇതിന് അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പഴുപ്പായി, ചുമപ്പായി, അതിൽ നിന്ന് വെള്ളം വരുന്നു, പഴുപ്പ് വരുന്നു, റെഡ്നെസ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറും. അതായത് സ്കിൻ കഴിഞ്ഞു, അതിൻ്റെ അടിയിലുള്ള നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയും, അത് മസിൽ ലെവലിലേക്ക് പോകും. അത് കഴിയുമ്പോഴത്തേക്ക് മസിലുകളുടെ അടിയിലേക്ക് പോകും ആ ഇൻഫെക്ഷനും പഴുപ്പും. ഇതൊക്കെ പെട്ടെന്നാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ ഈ സംഭവം അങ്ങെത്തിയിരിക്കും. പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലിലോട്ട് ഇൻഫെക്ഷൻ വരും. എല്ലിലോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിരലാണെങ്കിൽ വിരൽ മുറിച്ച് കളയുക, പാദമാണെങ്കിൽ പാദം മുറിച്ച് കളയുക. ഇവിടം വരെ ഇൻഫെക്ഷൻ ഉണ്ടോ ആ ഇൻഫെക്ഷൻ്റെ ലെവൽ വെച്ച് മുറിച്ച് കളയുക. അപ്പോൾ ഇതാണ്. അപ്പോൾ വെറുതെ ഉള്ള ഒരു ചെറിയൊരു മുറിവ് അവസാനം രോഗിയുടെ കാല് മുറിക്കേണ്ട അല്ലെങ്കിൽ പാദം മുറിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തത് ഇൻഫെക്ഷൻ ഏതുണ്ടോ ആ ഇൻഫെക്ഷന് വേണ്ടുന്ന ആൻറ്റിബയോട്ടിക്സ് എടുക്കുക. പിന്നീട് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ചെറിയൊരു അൾസറുമായിട്ട് ചെല്ലുമ്പോൾ അത് വൃത്തിയാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വൃത്തിയാക്കുന്നത് രോഗി, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ പറയും, എന്നും ഇവിടെ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ വീട്ടിൽ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്തോളാം. അങ്ങനെയല്ല. സാധാ ഒരു അൾസർ പോലെയോ ഡയബറ്റിസ് ഇല്ലാത്ത ഒരു രോഗിയുടെ അൾസർ പോലെയല്ല ഡയബറ്റിക് അൾസേഴ്സ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള പഴുപ്പ് വന്ന ഒരു തിക്കായിട്ട്, നമ്മൾ മെഡിക്കലി പറയുന്നത് സ്ലഫ് എന്നാണ്. അപ്പോൾ ഈ ബാക്ടീരിയയും ഇൻഫെക്ഷനും പഴുപ്പും ഒക്കെ ആ കട്ടി, നമ്മൾ ഈ ഒരു മുറിവ് ഉണങ്ങാൻ നേരം ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു കട്ടിക്കൊരു തൊലി അതിൻ്റെ മണ്ടേ വരുമല്ലോ. അപ്പോൾ സാധാരണയുള്ള മുറിവുകൾ ആ തൊലി ഇളകി പോകുമ്പോൾ അത് ഉണങ്ങും. അപ്പോൾ ഇതിലങ്ങനെയല്ല, ഇതിൻ്റെ അടിയിലായിരിക്കും പഴുപ്പ് മുഴുവനും. അപ്പം നമ്മളത് കട്ട് ചെയ്ത് തുറന്നിട്ട് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുക. ഡിബ്രൈഡ്മെൻ്റ് എന്ന് പറയും. ആ ഡിബ്രൈഡ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ സർജൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും ഡോക്ടറെ കണ്ട് തന്നെ ഡിബ്രൈഡ് ചെയ്ത് നമ്മളത് കൾച്ചറിന് വിട്ട് അതിൻ്റെ ഏത് ബാക്ടീരിയ ആണെന്നറിഞ്ഞ് അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഈ അൾസർ ഏറ്റവും ഉള്ളിലേക്ക് പോയി അതൊരു ആംപ്യൂട്ടേഷനിൽ എത്താതെ നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഈ ഒരു ഇതാണ് ബേസിക്. അതായത് വളരെ ചുരുക്കത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡയബറ്റിക് രോഗിയുടെ കാലുകളിൽ ഒരു ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: ഡയബറ്റിസ് അൾസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാനുള്ളത് ഡയബറ്റിസ് നല്ലപോലെ കൺട്രോൾ ചെയ്യുക. ഫ്രീക്വൻ്റ്ലി നമ്മുടെ പാദങ്ങളും വിരലുകളുടെ ഇടകളും നമ്മൾ തന്നെ ഒരു എക്സാമിനേഷൻ ചെയ്യുക. പിന്നെ യൂസ് ചെയ്യുന്ന ഫുട്വെയർ കറക്റ്റാണോ, അതുപോലെ തന്നെ ലൂസാണോ, അതിലെന്തെങ്കിലും ഒരയാനോ മുറിവുണ്ടാക്കാനോ സാധ്യതയുണ്ടോ, എവിടെയെങ്കിലും ടൈറ്റായിട്ടുള്ളതുണ്ടോ. പിന്നെ ചില രോഗികളുടെ കാലിന് ചില ഡീഫോമിറ്റീസ് ഉള്ള, ചില ആർത്രൈറ്റിസ്, മിക്കവാറും എല്ലാം പ്രായം ചെന്നവരായിരിക്കും. എല്ലാവരും പ്രായം ചെന്നവരാവണമെന്നില്ല, ചെറുപ്പക്കാരും ഉണ്ട്. അപ്പോൾ ഡീഫോമിറ്റീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചപ്പൽസ് അവൈലബിൾ ആണ്. അതാണ് വേറൊന്ന്. അതായത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാൽ ഡയബറ്റിക് കാലുകളിൽ അൾസർ ഉള്ളവർക്ക് വേണ്ടുന്ന ചപ്പൽസ് നമുക്ക് കിട്ടും. അവരത് നല്ലപോലെ ഉണ്ടാക്കി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽസ് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഡയബറ്റിക് അൾസർ വന്നിട്ട് അതൊരു ആംപ്യൂട്ടേഷനിൽ എൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാസ്റ്റായിട്ടുള്ള ടോപ്പിക്ക് വളരെ ചുരുക്കി
ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നന്ദി, നമസ്കാരം.